സോ കഴിഞ്ഞ വീക്ക് നമ്മളെല്ലാം ഡിവൈസുകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത iOS 26.4.2 ഈ ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്ത് 5 ദിവസത്തിന് ശേഷമുള്ള അതിൻ്റെ ഫോളോ അപ്പ് റിവ്യൂ ആണ്. ആദ്യം തന്നെ 26.4.2 എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, പെട്ടെന്ന് ഷെയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് കമൻസിലേക്ക് പോകാം. കാരണം അത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതുവരെയുള്ള യൂസേജിൽ നല്ല രീതിയിലുള്ള ഡീസൻറ്റ് ബാറ്ററി ലൈഫും ഡീസൻറ്റ് പെർഫോമൻസും ഈ ഒരു അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ 2 ഗീക്ക് ബെഞ്ച് ടെസ്റ്റ്. അതിൻ്റെ വാല്യൂസ് റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടോപ്പിലുള്ളത് സിംഗിൾ കോർ സ്കോറും താഴെയുള്ളത് മൾട്ടി കോർ സ്കോറുമാണ്. സോ ഓവറോൾ ഡിവൈസിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബഗ്ഗുകളുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെയും ചെറിയ ഗ്ലിച്ചുകളും ബഗ്ഗുകളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ പോലത്തെ ചില കാര്യങ്ങളിൽ. എന്നാൽ ഡിവൈസിൻ്റെ ഡേ ടു ഡേ ഫങ്ഷണാലിറ്റീസിലോ യൂസേജിലോ ഒന്നും നമുക്ക് ആ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. സോ ഓവറോൾ കുറച്ചും കൂടെ ക്ലീൻ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ബാറ്ററിയുടെ കാര്യത്തിലും ഉണ്ട്. 26.4.2 എനിക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ വാല്യൂസ് നമ്മളുടെ എല്ലാവരുടെയും യൂസേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് നമുക്കൊരിക്കലും ഒരു കാര്യത്തെ മാത്രം ബേസ് ചെയ്തിട്ട് പറയാൻ സാധിക്കത്തില്ല. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ബാറ്ററിയുടെ കാര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സ്ക്രീൻ ഓൺ ടൈമും ഐഡിൽ ടൈമും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഡിപ്പെൻഡിങ് ഓൺ യൂസേഴ്സ് അനുസരിച്ച് നമുക്ക് ആ ഒരു വേരിയേഷൻസ് സംഭവിക്കും. പക്ഷേ കമ്പയറിംഗ് ടു പ്രീവിയസ് അപ്ഡേറ്റിനെ വെച്ച് നോക്കുമ്പോൾ 26.2 ആയിക്കോട്ടെ 26.2.1 ആയിക്കോട്ടെ അതിനേക്കാളെല്ലാം ബെറ്റർ ആയിട്ടുള്ളൊരു ബാറ്ററി ബാക്കപ്പാണ് ഈ ഒരു അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ കമൻസിലേക്ക് വരാം. ഇതിലെ ആദ്യത്തെ കമൻറ്റ് ഇതാണ്. സോ ഇത് 14 Pro Maxനെ പറ്റിയാണ്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേക്ക് കംപ്ലയിൻറ്റ് വന്നു. ഇത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയപ്പം ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയപ്പം ഇതിനകത്തെ കേബിൾ ആണെന്ന് തോന്നുന്നു സെപ്പറേറ്റഡ് ആണ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സെപ്പറേറ്റഡ് ആണെങ്കിൽ അത് കേബിൾ ആകാം. അതുകൊണ്ട് ഫിസിക്കൽ ഡാമേജ് ആയിട്ടാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ട് ഫ്രീ റീപ്ലേസ്മെൻറ്റ് തരാൻ സാധിക്കത്തില്ല. സോ കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തു ഇതിൻ്റെ ഒരു ഇമേജ് തരാൻ, അതായത് ഈ പറഞ്ഞ ഫിസിക്കൽ ഡാമേജിൻ്റെ ഒരു ഇമേജ് തരാൻ ചോദിച്ചപ്പോൾ അവർ വിസമ്മതിച്ചു. സർവീസ് സെൻറ്റർ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ സർവീസ് സെൻറ്ററിൽ പോകുന്ന എല്ലാവർക്കും ഫ്രീ റീപ്ലേസ്മെൻറ്റ് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ പരിഗണന കിട്ടണം എന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റാണ്. സോ ഇതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ആപ്പിളെന്ന് മാത്രമല്ല, ഞാൻ ഇന്ന സ്പെസിഫിക് ബ്രാൻഡ് നേരത്ത് പറഞ്ഞില്ല, ഏത് ബ്രാൻഡായാലും അവരുടെ സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് എങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട സാധനം കൊടുക്കാതെ ഇരിക്കാം എന്നുള്ളതാണ് അവർ നോക്കാറുള്ളൂ മാക്സിമം. അതിപ്പം ഒരു ഫോണെന്നല്ല, ഒരു ഗാഡ്ജറ്റ്സ് എന്നല്ല, ഒരു വാഹനമായാലും 100ൽ ഒരു 60% ഇങ്ങനൊരു അപ്രോച്ചാണ്. എല്ലായിടത്തും ഇങ്ങനെ ആകണമെന്നില്ല. ചിലയിടത്തൊക്കെ നല്ല നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ വളരെ പ്രൊഫഷണലി ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കും. അതിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആപ്പിൾ ഇന്ത്യയിൽ ഒഫീഷ്യലി യാതൊരു സർവീസുകളും സെൻറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും റൺ ചെയ്യുന്നില്ല. ഇതെല്ലാം റൺ ചെയ്യുന്ന തേർഡ് പാർട്ടി സർവീസ് ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സാണ്. അതുകൊണ്ട് മാക്സിമം അവരുടെ തലയിൽ നിന്ന് ബേർഡൻ ഒഴിവാക്കാനാണ് അവർ ശ്രമിക്കാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഹാർഡ്വെയറോ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയാലും നിങ്ങൾ ആദ്യം ആപ്പിളിൻ്റെ സപ്പോർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യും. ഇതാണ് ആപ്പിളിൻ്റെ സപ്പോർട്ട് ആപ്പ്. ഇത് നിങ്ങൾ അങ്ങ് ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സപ്പോർട്ട് ടീമുമായിട്ട് അല്ലെങ്കിൽ അഡ്വൈസേഴ്സുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതിലൂടെ ചാറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ അവരെ ധരിപ്പിക്കുക. അപ്പോൾ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളോട് സജസ്റ്റ് ചെയ്യും നമ്മളുടെ സ്ഥലം എവിടെയാണ്, അടുത്തുള്ള നിയർ ബൈ സർവീസ് സെൻറ്റേഴ്സും അവർ നമുക്ക് ബുക്ക് ചെയ്ത് തരും. നമ്മൾ അവിടെ പോവുക. നമുക്ക് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വന്നിട്ട് ഈ ടീമിനോട്, അതായത് സപ്പോർട്ട് ടീമിനോട് നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഈ ഒരു ആപ്പിളിൻ്റെ സപ്പോർട്ട് ടീമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു സർവീസ് സെൻറ്ററിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ആപ്പിൾ സപ്പോർട്ട് ടീമിന് നമ്മളുടെ ഈ പ്രോബ്ലം എസ്കലേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ മാക്സിമം അവരോട് കാര്യങ്ങൾ കൃത്യമായിട്ട് ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ മാക്സിമം ഈ സപ്പോർട്ട് ടീമുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ഒരു ധാരണയിലാകുന്നതാണ് ഈ സർവീസ് സെൻറ്ററിൽ പോയി കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം. സോ ഇങ്ങനെ നമുക്കൊന്ന് മെനക്കെടാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ഭാഗത്തു നിന്നല്ലാത്ത പ്രോബ്ലം കൊണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടോ ഇങ്ങനത്തെ ഇഷ്യൂസ് കൊണ്ടോ ഉണ്ടാകുന്ന പ്രത്യേകിച്ചും 13, 14 ഇനിയിപ്പം അതിന് മേളിലേക്കുള്ള ഡിവൈസുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്രീ റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇതോടൊപ്പം തന്നെ വാറണ്ടി ഇല്ലാത്ത ഫോണുകൾക്ക് ഗ്രീൻ ഡിസ്പ്ലേ ഇഷ്യൂ വന്നാൽ എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും നമുക്ക് വാറണ്ടി ഇല്ലാത്ത ഡിവൈസുകളാണെങ്കിലും ഇപ്പോഴും 13, 14 ഡിവൈസുകൾക്ക് ഫ്രീ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം ആപ്പിളിൻ്റെ ഇന്ത്യയിലുള്ള സർവീസ് പോളിസിയിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുണ്ടാകുന്ന ഈ 13, 14 സീരീസിലുള്ള ഡിവൈസുകൾക്ക് ഫ്രീ റീപ്ലേസ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. അത് മാക്സിമം തരാതിരിക്കാനേ ഉള്ളൂ, എല്ലാവരും അല്ല. ഈ സർവീസ് സെൻറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചാൻസസ് ഉള്ളത്. അതുകൊണ്ട് മാക്സിമം ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം സർവീസ് സെൻറ്ററിലാണെങ്കിലും എവിടെയാണെങ്കിലും അപ്രോച്ച് ചെയ്യാൻ. 2 iOS 26.4.2 അപ്ഡേറ്റിന് ശേഷം മേജറായിട്ടുള്ള ഒരു റീസ്റ്റാർട്ട് ബഗ്, പ്രത്യേകിച്ചും iPhone 15 സീരീസിലാണ് ഈ ഒരു ബഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് യൂസർ കമൻറ്റ് ചെയ്തേക്കുന്നത്. സോ എന്താണ് ഈ റീസ്റ്റാർട്ടിനുള്ള കാരണം
ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ കിട്ടും. ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് യൂസർ തന്നെ വാച്ച് ഡോഗ് ടൈമർ. ഇത് ടൈമർ സെറ്റ് ചെയ്യുന്നതിൻ്റെ ബഗ്ഗല്ല, ആക്ച്വലി ഇത് OSൻ്റെ കേർണലിനകത്ത് ഒരു പാനിക്ക് വരുന്നതാണ്. സോ ഈ ഒരു പാനിക്ക് എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ഒരു പ്രോസസ്സ്, അതൊരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റം സർവീസ് ആയിക്കോട്ടെ, ഒരു സർട്ടൺ ടൈമിലേക്ക് പീരീഡിലേക്ക് അത് അൺറെസ്പോൺസീവ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ഡിവൈസ് റീസ്റ്റാർട്ട് ആകുന്നത്. സോ ഈ ഒരു പ്രോബ്ലത്തിനെ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യൂസറിൻ്റെ കമൻറ്റ്. 3, ഈ ഒരു കമൻറ്റിൽ ക്യാമറയുടെ സൂമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് വായിക്കാം, 6x സൂമിങ് ആണ് കിട്ടുന്നത്, 10x വരെ നേരത്തെ കിട്ടുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതുപോലുള്ള ബഗ്ഗുകൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ളതാണ്, നിസ്സാര ബഗ്ഗുകളാണ്. ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി ഈ ഒരു ബഗ്ഗൊക്കെ ഫിക്സ് ആക്കാൻ സാധിക്കും. സോ ഇതിലെ 4ാമത്തെ കമൻറ്റ് എന്ന് പറയുന്നത്, ഞാനിത് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഒരു സപ്പോർട്ടും കുറച്ച് പോസിറ്റീവായിട്ടുള്ളൊരു കമൻറ്റാണ് ഇതിൽ. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് യൂസേഴ്സിന് മൊത്തത്തിലുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അതായത് ഒരു അപ്ഡേറ്റ് ചെയ്തു, ഫോണിൽ എന്തെങ്കിലും ബഗ് ഉണ്ടായ എന്ന് കരുതിക്കൂ, അതേ പ്രോബ്ലം എല്ലാ ഫോണുകൾക്കും അല്ലെങ്കിൽ എല്ലാ യൂസേഴ്സിനും ഉണ്ടാകും എന്നുള്ളൊരു തെറ്റിദ്ധാരണ. ഇത് ആക്ച്വലി ഒരു തെറ്റിദ്ധാരണയാണ്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന ഒരു കമൻറ്റാണ്. കാരണം ഇത് ഈ തെറ്റിദ്ധാരണകളെ ഊതി വീർപ്പിക്കാൻ പല ആളുകളും പല രീതിയിൽ ഇതിനെപ്പറ്റി ഒരു ബേസ് ഇല്ലാത്ത പല വീഡിയോസും ചെയ്യാറുണ്ട്. അത് കണ്ടിട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ, കാരണം യൂസേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിരവധി വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ദിവസം കാണാറുണ്ട്. സോ അത് കണ്ടിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, iPhone 17 ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫോണിന് ഈ ഒരു അപ്ഡേറ്റ് ചെയ്താൽ iPhone 17 എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി കമൻറ്റ്സാണ് വന്നിരിക്കുന്നത്. സോ ആളുകളെ വെറുതെ പാനിക്കാക്കുവാണ്, അല്ലെങ്കിൽ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ധാരണകൾ എത്തിക്കുന്ന ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. 5ാമത്തെ കമൻറ്റ് ഇതിനുള്ള കൃത്യം എക്സാമ്പിളാണ്. iPhone 13 Pro ആണ് യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഗ്രീൻ സ്ക്രീൻ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ സർട്ടൺ ആയിട്ടുള്ള യൂണിറ്റുകൾ iPhone 13 Proയോ 13 സീരീസോ എടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടൈമിൽ മാനുഫാക്ചർ ചെയ്ത് വെളിയിലേക്ക് വന്ന ഒരു ബാച്ച് ഓഫ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് മോഡൽ ഐഫോണുകൾക്ക് മാത്രമാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. ചിലപ്പോൾ ആ ഒരു ബാച്ചിൽ ഉണ്ടായേക്കുന്ന ഫോണുകൾക്കെല്ലാം യൂസ് ചെയ്തേക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് മേ ബി സാംസങ്ങിൻ്റെ ആകാം, അല്ലെങ്കിൽ BOEയുടെ ആകാം, LGയുടെ ആകാം. ആ ബാച്ചിൽ ഉണ്ടായേക്കുന്ന ഫോണുകൾക്ക് യൂസ് ചെയ്തേക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇന്ന ബ്രാൻഡിൻ്റെ പാനൽസ് ആയിരിക്കാം. അതിനാണ് ഈ പറഞ്ഞ അപ്ഡേറ്റിന് ശേഷം ഇതുപോലുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫോണിന് കംപ്ലയിൻറ്റ് ഉണ്ടായി എന്ന് കരുതി എല്ലാ ഫോണുകൾക്കും അതുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. 6 യൂസ് ചെയ്യുന്നത് iPhone 16 ആണ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള നോട്ടീസബിൾ ആയിട്ടുള്ള ഗ്ലിച്ച്, ലാഗ്, പ്രത്യേകിച്ച് നമ്മൾ കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യുന്ന സമയത്ത്, ആപ്പ് ലൈബ്രറി ആക്സസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്. അഡീഷണലി ചില ആപ്പ് ഐക്കൺസിൽ ലോഡ് ചെയ്യാനും താമസമുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നു, സ്ക്രീൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആകും. സോ ഇതിന് സിമിലർ ആയിട്ടുള്ള ലാഗ്, ഹിക്കപ്പ്, എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യുമ്പം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, ബാറ്ററി എന്നുള്ളത് വലിയൊരു ഇമ്പാക്റ്റ് കൊടുക്കുന്ന സാധനമാണ്. കാരണം നമ്മൾ ബാറ്ററിയുടെ സെറ്റിങ്സിൽ എടുത്ത് നോക്കിയാൽ ബാറ്ററി പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് ഡിവൈസിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത്, 80 ആണ് ആപ്പിൾ പറയുന്നത്, അല്ലെങ്കിൽ അപ് ടു ഒരു 75% വരെ പോയതിന് ശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററി റീപ്ലേസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇവിടെ 16 ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന 15, 14, 13, 12 ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യുക. ബാറ്ററി ഹെൽത്ത് ഡീഗ്രേഡഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോർമലി ഉള്ള ഡിവൈസിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. 2, ബാറ്ററി വളരെ മോശമായിട്ടുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഷട്ട് ഡൗൺസും ഉണ്ടാകുമെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഫോണിങ് ഷട്ട് ഡൗൺ ആയി പോകും, പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കാം ഫോൺ ഓൺ ആകത്തുള്ളൂ. സോ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ഷട്ട് ഡൗൺസ് ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട്. ഇനി ഇവിടെ എടുത്തു പറഞ്ഞത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഈ ലാഗ്. സ്ക്രീൻ റെക്കോർഡ് ഓഫ് ആയി കഴിഞ്ഞാൽ ഈ ലാഗൊന്നും ഇല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ ഫോണിന് എന്തെങ്കിലും ഗ്ലിച്ച് ഉണ്ടായെങ്കിൽ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പം ആ ഗ്ലിച്ച് മറിയേക്കാം, അത് ഗ്ലിച്ചാണെങ്കിൽ. 2, ഈ ബാറ്ററിക്ക് ഇതേ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുമ്പം കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യുവാണ്, അതിനനുസരിച്ച് പവർ എടുക്കുന്നുണ്ട്. സോ അതനുസരിച്ച് ഈ ഒരു സ്ലഗിഷ്നെസ്സും അല്ലെങ്കിൽ ഈ ഒരു ലാഗും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. സോ ഒന്നുകിൽ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുക, ഈ പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കും, പുതിയ ഡിവൈസ് ആയതുകൊണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യുക. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ക്ലീനായിട്ട് പരിഹരിക്കാൻ സാധിക്കും. ഇനി ഇതിൽ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരുമ്പം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഐഫോണിൽ പ്രത്യേകിച്ച് iPhone 17 സീരീസിൽ 45 വാട്ട്സിന് മേലിലേക്കുള്ള ഫാസ്റ്റ് ചാർജിങ് എല്ലാം സപ്പോർട്ടഡ് ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് CMFൻ്റെ 65 വാട്ട് ചാർജർ ആപ്പിളിന് യൂസ് ചെയ്യാവോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും
CMFO അല്ലെങ്കിൽ സാംസങ്ങിൻ്റെയോ ബ്രാൻഡഡ് ആയിട്ടുള്ള ഏത് ഡിവൈസിൻ്റെയും ഏത് അഡാപ്റ്ററും നമുക്ക് യൂസ് ചെയ്യാം. ആളുകളുടെ ഇടയിൽ ഇപ്പോഴുള്ളൊരു മിത്താണ് ഐഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന 45 വാട്ട്സ് ആണ്. നമ്മളിപ്പം ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ 75 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ 100 വാട്ട്സിൻ്റെ ഒരു ചാർജർ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആവുമോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. ആക്ച്വലി അങ്ങനെയൊന്നും അല്ല ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പം എത്ര വാട്ട്സിൻ്റെ നിങ്ങൾ 1000 വാട്ട്സിൻ്റെ ഒരു ചാർജർ കണക്ട് ചെയ്ത് ഐഫോണിൽ കണക്ട് ചെയ്താലും ഈ ഫോണിന് ഒരു ലിമിറ്റ് എന്ന് പറയുന്ന സംഭവം ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് 55 വാട്ട്സ് ആണ് ഇതിൻ്റെ മാക്സിമം ലിമിറ്റ്. 1000 വാട്ട്സിൻ്റെ ചാർജർ നമ്മളിത് കണക്ട് ചെയ്താലും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 16 വാട്ട്സിലോ അല്ലെങ്കിൽ 20 വാട്ട്സിലോ 25 വാട്ട്സിലൊക്കെ ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അത് കുറച്ച് റൺ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് പീക്കൊക്കെ ആകുമ്പോഴാകും അതൊരു 40 അല്ലെങ്കിൽ 45 വാട്ട്സിലേക്കൊക്കെ എത്തത്തുള്ളൂ. അതുകൊണ്ട് ഇതിനകത്തൊരു ലിമിറ്റ് എന്ന് പറഞ്ഞ സാധനം സോഫ്റ്റ്വെയർ പരമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ആ ലിമിറ്റിന് ആ സെറ്റ് ചെയ്തേക്കുന്ന ലിമിറ്റിന് അപ്പുറത്ത് വോൾട്ടേജ് അല്ലെങ്കിൽ ചാർജ് കറണ്ട് ഇതിൽ പോകത്തില്ല. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലത്തെ സെഗ്മെൻറ്റിലുള്ള അഡാപ്റ്റേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഓവറോൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ്, ഇഷ്യൂസ്, ബഗ്ഗുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഡിവൈസ് മോഡലായിക്കോട്ടെ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ഐട്യൂൺസ് ഉപയോഗിച്ച് അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളുള്ളവരാണെങ്കിൽ ഐട്യൂൺസ് ഉപയോഗിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഐട്യൂൺസ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇനി അറിയത്തില്ലാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഐട്യൂൺസ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ പോയി കാണാവുന്നതാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മിലൻ. നെക്സ്റ്റ് വൺ. അൻറ്റിൽ ദെൻ, പീസ്.